നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, നമ്മുടെ കേരളത്തിലെ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവിയെ നിർമ്മല സീതാരാമൻ സഭയിൽ കണ്ടവയങ്ങ് ഓടിച്ചിട്ടുണ്ട്. Honorable John Britta should stay here to hear the reply because he has been creating confusion all over, not just here but in the country, because that's the tactics the communists adopt. നടൻ വിനായകന്റെ വായിലെ വിസർജ്യം മുതൽ പാർലമെന്റ് മെമ്പറിന്റെ തള്ളയ്ക്ക് വിളി വരെ ഏറ്റുവാങ്ങിയിട്ടും ബ്രിട്ടാസ്യത്തിന് യാതൊരു കുലുക്കവുമില്ല. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. They don't have the courage. Communists in this country are total cowards. കറേജ് ഇല്ല, ഭീരു, പക്ക ഭീരുക്കളാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് പച്ചയ്ക്ക് നിർമ്മല സീതാരാമൻ അവിടെ പറഞ്ഞത്. ഏതായാലും ജോൺ ബ്രിട്ടാസിന് ഒരു അക്ഷരം പോലും പറയാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ബ്രിട്ടാസ് ഇവിടെ കോൺഗ്രസുകാരോട് കളിക്കുന്നത് പോലെ പോയിട്ട് ചൊറിയാ നിന്നതാ. തിരിച്ച് മാന്തി കീറി ഈ പറയുന്ന ബ്രിട്ടാസിനെ ആറ്റിലേക്ക് അങ്ങ് എറിഞ്ഞിട്ടുണ്ട്. വേറെയും ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടാസിനെയും ബ്രിട്ടാസിന്റെ ആശയമായിട്ടുള്ള കമ്മ്യൂണിസത്തെയും വലിച്ചു കയറി നിർമ്മല സീതാരാമൻ അങ്ങ് എറിഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ എഴുന്നേറ്റ് നിന്ന് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്, എനിക്ക് ഉത്തരം കേൾക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ എഴുതി കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ ബ്രിട്ടാസ് അണ്ണൻ അങ്ങ് വായിക്കും. അങ്ങനെ ധനമന്ത്രിയോടും കുറെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചു. മന്ത്രിക്ക് തിരിച്ച് മറുപടി പറയാനൊരു അവസരം കൊടുക്കണ്ടേ? അതില്ല. Making noise. I have a right. They don't have a right to listen. മന്ത്രി മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ബഹളം വെക്കാൻ തുടങ്ങും, തുള്ളി ചാടാൻ തുടങ്ങും, ചാടി മറിയാൻ തുടങ്ങും. ആ കയ്യിലിരിപ്പിന് മറുപടിയായിട്ടാണ് നിർമ്മല സീതാരാമൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. പ്രേമ ഒന്ന് പിടിച്ച എനിക്ക് ഇത്തിരി പണിയുണ്ട്. നിർമ്മലക്കെന്ത് പൊട്ടാസ്, നിർമ്മല സീതാരാമൻ എന്ത് ജോൺ ബ്രിട്ടാസ്. സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങൾ വളച്ചു കെട്ടി നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടാസിനെ പോലെയുള്ളവർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും. ഈ വീട്ടിൽ എന്റെ വാക്കിന് ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസമില്ല. അതിന് മറുപടി പറയാൻ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരത് കേൾക്കില്ല. കാരണം ഒറ്റ എണ്ണത്തിനും നട്ടെല്ലില്ല, ഭീരുക്കളാണ് കമ്മ്യൂണിസ്റ്റുകാർ, മൊത്തത്തിൽ ഭീരുക്കളാണ് എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. പാർലമെന്റ് അംഗങ്ങൾ അത് പലവട്ടം തെളിയിച്ചിട്ടുണ്ട് എന്ന്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നിർമ്മലാജിയോടുള്ളൊരു റിക്വസ്റ്റാ, ഞങ്ങളുടെ കേരളത്തിലെ അടുത്ത പിണറായി ആവാൻ മുന്നോട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാ, ഇങ്ങനെയും തേച്ചൊട്ടിക്കരുത്. Twist the facts and do something and also demand my right. I have to speak. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിന് യാതൊരു കുറവുമില്ല എന്നും ധനമന്ത്രി പറഞ്ഞു. അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും. നമ്പർ കാണിച്ച് തലയും കുത്തി താഴെ വീഴുമ്പോൾ അത് മറ്റുള്ളവരുടെ പള്ളിക്ക് വെക്കുക. വസ്തുതകളെ നേരിടാനുള്ള ശേഷി കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒട്ടും ഇല്ലത്രേ. പക്ഷേ അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കും. ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ അലറും. ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെ പറ്റി ഈ കൂട്ടർക്ക് അറിയത്തില്ല. ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയേണ്ട ആള് ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോ അത് കേൾക്കാനുള്ള റൈറ്റിനെ പറ്റി അറിയണ്ടേ? അതും അവർക്കറിയത്തില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഒരു സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ കാണിക്കുന്ന പരാക്രമങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കുറ്റമല്ല, എല്ലാവരിലും കാണുന്ന ഒരു രീതി അതാണ് എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു തന്ത്രമാണെന്നും അവര് പറഞ്ഞു. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലേ. ഈ സഭയിൽ ഇതുപോലെ ബ്രിട്ടാസിനെ എടുത്തിട്ട് അലക്കിയതിനു ശേഷം ബ്രിട്ടാസ് എന്താണെന്നോ ചെയ്തത്? ഓടി വന്ന് മലയാള മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് 10-11 മാപ്പപേക്ഷ കൊടുത്ത സവാർക്കറുടെ അനുയായിയാണ്. ബ്രിട്ടാസിനെ സഭയിൽ നിന്ന് ആരെന്ത് പറഞ്ഞാലും മിണ്ടില്ല, ഓടി കേരളത്തിലെത്തും. അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ വീര പോരാളിയായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയും. ഇതാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകളുടെ രാജ്യത്തെ അവസ്ഥ. അല്ല, ഈ ബ്രിട്ടാസിന് നാണമില്ലേ ഇങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് പോരാഞ്ഞിട്ട് അവിടെ ചെന്ന് ആളാം വീതം ചോദിച്ചു വാങ്ങാൻ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അങ്ങനെ വാങ്ങിച്ചു കൂട്ടി ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു വളിച്ച ചിരിയും ചിരിച്ച് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ച് ഡെയിലി ഓരോ സെൽഫി വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കും.
ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും. അങ്ങനെ കുറെ ശ്രമം നടത്തും, എന്നിട്ട് നേരെ തിരിച്ചിങ്ങി വരും. ഇവിടെ വന്നാലും നാട്ടുകാർക്ക് വല്ല സ്വസ്ഥതയും തരുവോ? സ്വസ്ഥത തരുവോ? സമാധാനം തരുവോ? ഇല്ല. ഒരു ദിവസം പോലും പാർലമെന്റിൽ വരാത്ത ഭയന്നോടുന്ന മോഡിയുടെയും അമിത്ഷയുടെയും അനുയായിയായ നിർമ്മലാ സീതാരാമൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഇങ്ങനെ പറയണം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ സഭയിലേക്ക് വരുന്നില്ല മോദിയും അമിത്ഷാ എന്നൊക്കെ പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളിലെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് കഴുമരത്തിലേക്ക് പോയ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോഴാണ് ഈ മാപ്പപേക്ഷ കൊടുത്ത് താണുകേണ് ബ്രിട്ടീഷുകാരുടെ ബൂട്ട് നക്കിയ സവാർക്കറുടെയും കൂട്ടരുടെയും അനുയായികളായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. ഇനിയും നിങ്ങൾ BJP പഠിപ്പിക്കാൻ മാത്രമൊക്കെ വളർച്ചയുണ്ട് എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ രാജ്യത്ത് എത്ര MP നിങ്ങൾക്കുള്ളത്? 1, 2, 3 ഈ വിരലിൽ തീരൂലേ? എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയാരോ ഇടതുപക്ഷം എന്ന് പറയുന്നത്? ഈ രാജ്യത്തിന്റെ ആദ്യ സഭ മുതൽ രാജ്യത്തെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നിട്ടുള്ള ആളുകളെ ഇടതുപക്ഷം ഇന്ന് ഉപ്പ് വെച്ച കലം പോലെയാ. ഞങ്ങളെവിടെയൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, പുച്ഛിച്ചു തള്ളുക. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഒരു മുഖ്യമന്ത്രി പോലുമില്ല ഈ രാജ്യത്ത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, മിഴിച്ചു നിൽക്കുന്നു. ഒരു മുഖ്യമന്ത്രിയില്ല. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷത്തിന് ഇന്ന് ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. ഏതായാലും നിർമ്മലാ സീതാരാമന്റെ വായിന്ന് കണക്കിന് കേട്ടത് കൊണ്ട് ഏതാനും ദിവസത്തേക്കുള്ളതായി എന്ന് തോന്നുന്നു. വയറ് നിറച്ച് എവിടുന്നെങ്കിലും കിട്ടിയാലും പിന്നെയും യാചിച്ചോണ്ട് ഓരോരുത്തരുടെയും പുറകെ പോകുന്നതാണ് ബ്രിട്ടാസണ്ണന്റെ ശീലം. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഏതായാലും ബ്രിട്ടാസ് ഒരു കാര്യം മനസ്സിലാക്കണോ, ഈ പാർട്ടി ഇങ്ങനെ സംഭവമാണെന്ന് പറയാൻ പോലും ഇപ്പോ കേരളത്തിൽ നിന്നേ സാധിക്കൂ. മലയാളത്തിലെ തളരരുത് രാമൻകുട്ടി, തളരരുത്. ഒരു ദിവസം പോലും പാർലമെന്റിൽ വരാത്ത ഭയന്നോടുന്ന മോഡിയുടെയും അമിത്ഷയുടെയും ഈ സഭയിൽ നിന്ന് മോദിക്ക് പേടിയാണ്, അമിത്ഷാക്ക് പേടിയാണ് എന്ന് പറയാൻ ജോൺ ബ്രിട്ടാസിനെ കൊണ്ട് സാധിക്കോ? ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. മൂന്ന് 4 ദിവസങ്ങൾക്ക് മുമ്പല്ലേ തമിഴ്നാട് MP-യുടെ വായിന്ന് തള്ളക്കി വിളി കേട്ടത്. On review petition and respected the earlier judgment striking down Nick. Sir, the review petition, your amma. The review petition, your amma. എന്നിട്ട് വല്ല കുറവുണ്ടോ? അതല്ലെന്ന്, ഈ നശിച്ച ഇടപാടൊക്കെ കാരണം മാറുന്നത് കേരളം കൂടിയാണല്ലോ. അത് ഓർക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ വിഷമം. സഖാവ് ജോൺ ബ്രിട്ടാസിന്റെ പാർലമെന്റ് പ്രഭാഷണങ്ങൾ വൈകാതെ തന്നെ ഒരു പുസ്തക രൂപത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ ആരുടെയൊക്കെ വായിന്ന് കേട്ടാലും ഇളിച്ചു പിടിച്ചുകൊണ്ടെങ്കിരുന്നോളും. നാണവും മാനവും ഉളുപ്പും ഒന്നും അടുത്തൂടെ പോലും പോയിട്ടില്ലാത്തത് കൊണ്ട് സേഫാ. ഉത്തരം പൊട്ടിക്കുന്ന വമ്പൻ കൂടിയ ചോദ്യങ്ങളൊക്കെയാണ് അവിടെ ചെന്ന് ചോദിക്കുന്നതെന്നാണ് സ്വന്തമായിട്ട് വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. വായിന്ന് വരുന്നതൊക്കെ ശുദ്ധ അബദ്ധങ്ങളായിരിക്കും. എന്നാലും അതിന് മറുപടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമയെങ്കിലും കാണിക്കണ്ടേ? അത് കഴിഞ്ഞ് പൊട്ടാസ് പൊട്ടിക്കാൻ തുടങ്ങിയാ പോരെ? അതിനുള്ള വിവരമൊന്നുമില്ല. അങ്ങേരെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് വൻ ഫ്ലോപ്പാണ്. അത് പുള്ളിക്കാരന് സ്വന്തമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാ നമ്മുടെ സംശയം. എങ്ങനെയൊക്കെയോ ഇമേജ് ബിൽഡ് ചെയ്ത് ഇവിടെ കോൺഗ്രസ്സുകാരെയൊക്കെ ഒന്ന് തൊണ്ടിയും ചൊറിഞ്ഞൊക്കെ ഒന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ തേച്ചൊട്ടിക്കരുതായിരുന്നു. കുറച്ച് തരി ഇവിടെ ബാക്കിയുണ്ടായിരുന്നു, അതും കെട്ട് ആവിയായ അവസ്ഥയിലാണ് ഇപ്പൊ പ്രസ്ഥാനം. എന്നിട്ടും എന്തിനാണ് ഇങ്ങേരൊക്കെ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇത് ചുമ്മാ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. നിർമ്മലാജിയോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, ഞങ്ങളെ വീരം ശൂര പരാക്രമിയൊക്കെയാണ് ഞങ്ങളുടെ ബ്രിട്ടാസ്, ഇങ്ങനെ അങ്ങ് തേച്ച് ഒട്ടിക്കരുത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? വേറൊരു കഥാപാത്രമുണ്ട്, റഹീം. അത് ഇതിനേക്കാൾ അപ്പുറം. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? ബ്രിട്ടാസിനെ നമുക്കറിയാം, ഇംഗ്ലീഷ് പറയാനറിയാം. ഡബിൾ റഹീമിന്റെ പോലെ അല്ല, നോട്ട് ഓൺലി ബട്ട് ഓൾസോ മാത്രമല്ല, എല്ലാം കൂടെ കൃത്യമായിട്ട് ഒരു പ്രസ്ഥാനത്തിൽ തന്നെ എങ്ങനെ വന്നു ചേർന്നു എന്നതാണ് അത്ഭുതം. ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് പറയാൻ നമുക്കൊന്നൊരു അഭിമാനം. ഇങ്ങനെയുള്ളവന്മാരെല്ലാം കൂടെ ചെന്ന് ആ പ്രസ്ഥാനം അങ്ങനെ ആയതാണോ, അതോ ആ പ്രസ്ഥാനത്തിൽ ചെല്ലുന്നവന്മാരെല്ലാം ഇങ്ങനെ ആയി തീരുന്നതാണോ എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. അപ്പൊ സഖാവി ലാൽസലാം ഇതുപോലുള്ള തള്ളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തള്ളുമ്പോൾ കുറച്ച് ഭയത്തിൽ തള്ളണം. അതുകൊണ്ട് തള്ളുമ്പോൾ ഭയത്തിൽ തള്ളണം എന്ന് അദ്ദേഹത്തെ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ടു. ഏതായാലും നടക്കട്ടെ.
ഇതൊക്കെ കാണേണ്ട നമ്മുടെ വിധി. Honorable John Britta should stay here to hear the reply. They don't have the courage. Cowards! That member came here and was disturbing me when I was fulfilling my obligation as a mover of a statutory resolution. ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു നീ പറഞ്ഞല്ലോ എവിടെയാ ന്യായം? Sir, the verbal duel is okay, we fight each other. But she repeatedly called me Lungi Wala, Lungi Wala.